കൽക്കെട്ട് ഇപ്പോഴേ നമ്മുടെ റോഡിൻ്റെ മുങ്ങി. 4 ദിവസം മഴ പെയ്തതുള്ളൂ, ഇപ്പോഴേ നമ്മുടെ റോഡിൻ്റെ കൽക്കെട്ട് മുങ്ങിയിരിക്കുകയാണ്. ഇവിടെ 10-15 ദിവസം അടുപ്പിച്ച് മഴ പെയ്താൽ അരയറ്റം വെള്ളം വരുന്ന റോഡാണിത്. ഈ റോഡിന് കല്ലുകെട്ട് അവർ പറയുന്ന അളവിന് പൊക്കമുണ്ട്, പക്ഷേ കൽക്കെട്ട് കീഴോട്ട് താഴ്ന്നതാണ് പോയിരിക്കുന്നത്. റോഡിൻ്റെ പൊക്കത്തിൽ നിന്ന് ഇത്ര ഇത് താഴ്ന്നു നിന്നാൽ മതി മറ്റോ അവർക്ക് എസ്റ്റിമേറ്റ് കൊടുത്തിരിക്കും. അതും പ്രകാരം അവർ കല്ലുകെട്ട് അവർ പറയുന്ന ഹൈറ്റ് ഉണ്ട്, പക്ഷേ കൽക്കെട്ട് കീഴോട്ട് കംപ്ലീറ്റ് പോയിരിക്കുകയാണ്. അത് കാരണം നമ്മുടെ റോഡിന് ഈ പറയത്തൊക്കെ പൊക്കം കിട്ടുമെന്ന് അവർ പറയുന്നുണ്ട്. എന്നിരുന്നാലും കല്ലുകെട്ട് ഒത്തിരി താന്നേ കിടക്കുകയുള്ളൂ. അത് താന്ന് കിടക്കുന്നത് കൊണ്ട് വരാൻ പോകുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഓളം അടിച്ച് ഇത് പോവും. കേട്ടോ, ഇവിടെ എല്ലാം മുങ്ങിപ്പോയി ഇപ്പോഴേ കൽക്കെട്ട്. എന്നാൽ ഇതിന് തൊട്ടപ്പുറത്തെ പാടത്തെ കൽക്കെട്ടിന് ന്യായമായ പൊക്കമുണ്ട്. ഈ പാടത്തെ കൽക്കെട്ടിന് മാത്രമാണ് ഇത്രയും താഴ്ച. വാഴപ്പാടത്തിൻ്റെ തട്ടേഷാപ്പിൻ്റെ അവിടുത്തേതിനാണ് ഇതിലും കുറച്ചുകൂടെ പൊക്കമുണ്ട്. എന്നാൽ ചില സ്ഥലങ്ങളിൽ താന്നുമാണ് കിടക്കുന്നത്. അവർ ഈ റോഡിൻ്റെ ലെവലനുസരിച്ച് നിലവിൽ കിടക്കുന്ന റോഡിൻ്റെ ലെവലനുസരിച്ചാണ് കല്ല് കെട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പറ്റുക. ഏറ്റവും വെള്ളം കൂടുതൽ കയറുന്നൊരു പാടമെന്ന് പറയുന്നത് നമ്മുടെ ഇതാണ് വാഴപ്പാടം. കണ്ടോ, ഇതെല്ലാം ഇപ്പോഴേ മുങ്ങി. കണ്ടില്ലേ? ഇതിപ്പോൾ നമ്മളിപ്പോൾ വരാൻ പോകുന്ന കുഴപ്പമെന്ന് വെച്ചാൽ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് കിടങ്ങറ പാലത്തിൻ്റെ അവിടുന്ന് ചങ്ങനാശ്ശേരിക്ക് പോയ പോലുള്ള പമ്പിൻ്റെ അവിടുത്തൊക്കെ കുഴി പോലെ ഇവിടെ മുങ്ങും, അപ്പുറം പൊങ്ങിയും കിടക്കും. അതാണ് ഈ സംഭവിക്കാൻ പോകുന്നത്. കല്ലുകെട്ട് കീഴോട്ട് വിട്ട് കളഞ്ഞു, അതാണ് പറ്റിയത്. കല്ലുകെട്ട് ഇവിടെ പൊങ്ങി നിൽക്കേണ്ട സ്ഥലമാണ്. അതായത് റോഡ് താന്ന് കിടക്കുന്നിടത്തോളം കാലം കല്ലുകെട്ട് ഇവിടെ പൊങ്ങി നിൽക്കേണ്ട, പൊക്കമില്ല. അതിനും കൂടെ കൂട്ടി കല്ലുകെട്ട് താഴോട്ട് വിട്ടു, അതാണ് പറ്റിയത്.